ഇടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, 3 രീതിയിൽ 3 ടൈപ്പിലുള്ള ഇടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തു ആ ഒരു ഇടി സംഭവങ്ങളൊക്കെ? 3-4 ദിവസം കൊണ്ട് ചെയ്യേണ്ട ഫൈറ്റാണ് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തത്. അമ്പലത്തിൽ നമ്മളെന്നാ കണ്ട പാട്ടിലുള്ള അത് ആക്ച്വലി ഫുള്ള് സോങ് മുഴുവൻ ഫൈറ്റാണ്. പക്ഷെ ഓഡിയൻസിന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പാട്ടിൻ്റെ വിഷ്വൽസ് കൂടുതൽ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അത് വർക്കായത്. പിന്നെ അത് ഭയങ്കര രസമായിട്ടാണ് ആ ഫൈറ്റ് പോകുന്നത്. ഭയങ്കര റോ അടിയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫൈറ്റുകളൊക്കെ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിലേക്ക് എടുത്തുമ്പോൾ കുറച്ച് മാസ് ആയിട്ടുള്ള ഫൈറ്റാണ്. ലൈക്ക് നമ്മൾ സോ കോൾഡ് സിനിമകളിൽ കാണുന്നത് തന്നെ മാസ് ഫൈറ്റാണ്. രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 3 ഫൈറ്റ് മാസ്റ്റേഴ്സും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 3 ടൈപ്പ് ഓഫ് അടി ഉണ്ട് കേട്ടു. അതായത് നാടൻ അടിയുണ്ട്, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള അടി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഈ ഒരു ചിത്രം മറ്റുള്ള സിനിമകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള അടിപ്പടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ കടകൻ എന്ന് പറയുന്ന സിനിമ വ്യത്യസ്തമാണ്? ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അപ്പൊ ഫാമിലിക്ക് തീർച്ചയായിട്ടും പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഇതൊരു അച്ഛൻ മകൻ ഇല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് നടക്കുന്ന കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ബാക്കി ഈ സുൽഫിയിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നതുകൊണ്ട് സുൽഫി നടത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി ഡ്രാമയാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഡ്രാമ, സോനയുടെ ഫാമിലി, സോനയുടെ ചേട്ടനായിട്ട് മണികണ്ഠൻ ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഞാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അത് ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഇമോഷണലി ഒരു പടത്തിന് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തെ ഇമോഷൻസ് ഭയങ്കര വെയിറ്റേജ് വരുന്ന ഒരു പരിപാടിയാണ്. അതെ, ഒരു ഭയങ്കര സാധാരണക്കാരുടെ ഒരു സ്റ്റോറി തന്നെയാണ് നമ്മൾ പുൾ ഓഫ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. ഇമോഷൻസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാത്തരം ചേരുവകളും സിനിമയാണ്. ഈ പടം വേറെ ആൾ ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 1.5 ആഴ്ച മുന്നെയാണ് ഞാൻ ഈ പടം എന്നെ വിളിക്കുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഡേറ്റ് ഉണ്ടായിരുന്നില്ല, വേറൊരു പടം തീരേണ്ട പടം തീർന്നുമില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പടം സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വേറെ ഓപ്ഷൻ നോക്കി അവരെന്നെ അപ്രോച്ച് ചെയ്തു. അങ്ങനെയാണ് ഈ പടം നടന്നത്. ബസൂക്കയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരാൾ ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും ഡേറ്റ് ഇല്ല എന്നുള്ള വിഷയം വന്നപ്പോൾ പടം സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. പക്ഷേ ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന പടം വിടാനും പറ്റില്ല, ഇറങ്ങി വരാൻ പറ്റില്ല. അങ്ങനെ ആയപ്പോൾ അവർ 3 ഓപ്ഷൻ കൊടുത്തു. വേറൊരു ആക്ടർ, രണ്ടാമതൊരു ആക്ടർ, മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ. ഭാഗ്യത്തിന് തലേന്ന് മമ്മൂക്ക പ്രണയവിലാസം കണ്ടിരുന്നു. അപ്പോൾ പ്രണയവിലാസം കണ്ടപ്പോഴത്തേക്കും ഇവനെ വെക്കുക, ഇവൻ നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബസൂക്ക എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞോ പടം? കംപ്ലീറ്റ് ഇല്ല, ഇപ്പോഴും തീർന്നിട്ടില്ല. എനിക്കിപ്പോൾ ഇനി ഒരു 3 ദിവസത്തെ ഷൂട്ടും കൂടെ ബാക്കിയുണ്ട്.